ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നല്ല മഴയൊക്കെ തോർന്നിട്ടുള്ളൊരു സമയമാണ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളൊക്കെ പൂക്കുന്നതും അതേപോലെ എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലൂടെയൊക്കെ പങ്കുവയ്ക്കുന്നു. ഇന്ന് നമ്മൾ കുറച്ച് അതിന് മുന്നേ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കൃഷികളാണ് പരിചയപ്പെടുത്തുന്നത്. പോസ്റ്റ് വെച്ച് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ചെടി വളർത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പൂക്കൾ വിരിഞ്ഞ് ഇത് കായായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ചെടികളിൽ അത്യാവശ്യം വലുപ്പം കായ്കളൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ച് കായ്കളാണ്. കായ്കൾ ഏകദേശം 36 ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും ഇത് നല്ല വലുപ്പം വെച്ചിട്ട് നല്ല കളറായിട്ട് മാറും. വീട്ടിൽ സമയത്ത് നമുക്ക് വിളവെടുക്കാവുന്നതാണ്. ഈ ഡ്രാഗൺ അപ്പോൾ കുറച്ച് ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ട്. നട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഒരു പോസ്റ്റ് അതേപോലെ ഇതേപോലെ ടയർ കെട്ടിയിട്ടോ ഒക്കെ നമുക്ക് ഇത് താങ്ങായിട്ട് നമുക്ക് നിർത്തി വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ പൂക്കൾ കായ്കളൊക്കെ ആയി വരണമെങ്കിൽ നല്ല വെയിൽ അത്യാവശ്യമാണ് എന്നതാണ്. അതുകൂടാതെ ഈ ചെടിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇടയ്ക്ക് ചുവട്ടിൽ നനവുണ്ടോ നോക്കിയിട്ട് മാത്രം നനച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് ഒന്ന് വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കായ്കൾ വരികയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊരു ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്കതിന് വിളവെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടാണ് ചെടി വളരുന്നതെങ്കിൽ 6-7 മാസം ആകുമ്പോഴേക്കും നമുക്ക് അതിൽ നല്ല ശാഖകളൊക്കെ വന്ന് അതിൽ പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളിത് ടെറസിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൽ കായ്കളൊക്കെ ആയി മാറിയിട്ടുണ്ട്. കായ്കളായി മാറി ഓരോ സ്റ്റേജുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. കായ്കൾ ആദ്യം പച്ച നിറത്തിലും അതേപോലെ പിന്നീട് ദിവസം കഴിയുന്നവരും അത് ചുവന്ന നിറത്തിലേക്ക് മാറി നമുക്ക് പാകമായിട്ട് കഴിക്കാവുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. പിന്നീട് നമ്മളിതിൽ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്രൂൺ ചെയ്യാതെ തന്നെ നമുക്ക് തേനീച്ചകളൊക്കെ വന്നത് പരാഗണം നടന്ന് കായ്കൾ ഉണ്ടായിക്കോളും. നല്ല വലിപ്പമുള്ള കായ്കൾ തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആദ്യം 2 കായ്കൾക്ക് നമ്മൾ അതേപോലെ പരാഗണം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഉണ്ടായ പൂക്കളൊക്കെ അതേ രീതിയിൽ തന്നെയാണ് കായ്കൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു റെഡ് ഷെയ്ഡിലേക്ക് മാറിയ അവസ്ഥയിലുള്ള ഒരു വീഡിയോ ആണിത്. ദിവസം കഴിയുന്നവരും അത് നല്ല വലിപ്പം വെച്ച് നല്ല റെഡ് കളറിലേക്ക് മാറുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതുകൂടാതെ നമ്മൾ പൂക്കൾ വിരിയാറായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതേപോലെ പൂക്കൾ ചെറിയ മൊട്ടുകൾ വരുന്ന ഒരു അവസ്ഥയിലുള്ള ഭാഗങ്ങളുണ്ട്. നമ്മൾ ഈ ഒരൊറ്റ ചെടിയിൽ തന്നെയാണ് ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടും പൂക്കളും അതേപോലെ ചെറിയ മൊട്ടുകളൊക്കെ ഉള്ളത്. വലിയൊരു ഡ്രമ്മ് കട്ട് ചെയ്ത് അതിലാണ് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ഇതിന് വളമായിട്ട് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് നമ്മൾ 1-2 മാസം കൂടുമ്പോൾ ചൂടൊന്ന് ഇളക്കി ഈ രീതിയിൽ വളപ്രയോഗം ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നനവുണ്ടോ നോക്കിയിട്ട് ചുവട്ടിൽ അധികം നനച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ചൂടുവശം കേടായി പോകാനൊക്കെ സാധ്യത ഉണ്ടാകുന്നുണ്ട്. ചുവട്ടിൽ നനവ് നോക്കി നമ്മൾ നനച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കണ്ടത് ചെറിയൊരു ഫ്ലവർ വീണ്ടും ഉണ്ടായി വരുന്നതാണ്. അത് വളർന്നു വന്ന് പൂക്കൾ വിരിഞ്ഞ് ഇതേപോലെ കായ്കളായി മാറും. അപ്പോൾ നമ്മൾ ഫ്രൂട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഏകദേശം ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഏകദേശം 3-4 ദിവസം ആകുമ്പോഴേ നമുക്ക് ഈ ഫ്രൂട്ട് പറിക്കാൻ പാകത്തിലാവും. അത്യാവശ്യം വലിപ്പമുള്ള ഫ്രൂട്ട് തന്നെയാണ്. ഫ്രൂട്ടിൽ അതിൻ്റെ ഉൾവശം വൈറ്റ് അതേപോലെ ഇതേപോലെ റോസ് നിറത്തിലുള്ള ഫ്രൂട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ചെടി വാങ്ങിയാൽ തന്നെ ആ ചെടി ശാഖകളൊക്കെ ആയി മാറി അത്യാവശ്യം വലിപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂപ്പത്തിയ തണ്ടുകൾ നോക്കി നമുക്ക് മാറ്റി നട്ടും പുതിയ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ തണ്ടുകൾ നോക്കി അറിയാം, നമുക്ക് വേരുകൾ ഉള്ള തണ്ടുകളൊക്കെ ഉണ്ട്. അത് വേര് അടക്കം നമുക്ക് കട്ട് ചെയ്ത് 1-2 ദിവസം നമുക്ക് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ആ തണ്ടൊന്നും മണ്ണിൽ നട്ട് കൊടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നഴ്സറികളിലൊക്കെ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ 30 തണ്ട് മുറിച്ച് നമ്മൾ നട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ മാത്രമാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാർഗ്ഗം. അല്ലാതെ നമുക്ക് ഫ്രൂട്ടിൽ വിത്തുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാം. എന്നാലും നമ്മൾ തണ്ട് മുറിച്ചിട്ട് വളർത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വളർന്ന് കിട്ടി പുതിയ ചെടികളൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ടയർ വെച്ച് കൊടുത്ത് നമ്മൾ പോസ്റ്റൊക്കെ വെച്ച് പുതിയ തൈകൾ വെച്ച് കൊടുത്തിട്ടുള്ള പോട്ടാണ്. ചെറിയ ഡ്രമ്മുകൾ പ്ലാസ്റ്റിക് ക്യാനുകളിലൊക്കെ ഇതേപോലെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. പോസ്റ്റ് നമ്മൾ ഉറപ്പിക്കും, നല്ല ടൈറ്റായിട്ട് നമ്മൾ ഉറപ്പിക്കുക, ഒരിളക്കം പറ്റാത്ത രീതിയിൽ. അതിന് മുകളിൽ നമ്മൾ ടയർ വെച്ച് ഇതേപോലെ ജോയിൻ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്കാണ് നമ്മൾ ചെടി പടർത്തി കൊടുക്കുന്നത്.
പിന്നെ മഴയൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അതിന് നല്ല ഹോളുകളൊക്കെ ഇട്ട് കൊടുത്ത്. ഇത്രയൊക്കെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയുടെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാവുന്ന വളങ്ങളാണ് നമ്മുടെ ചാണകവെള്ളം നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക. അതേപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ നമുക്ക് കുറേശ്ശെ ഈ ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.